കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ 2024 ഏപ്രിൽ 27 നടന്ന ഒരു സംഭവം ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു മേയറും ഡ്രൈവറും തമ്മിലുള്ള തർക്കം ഇത്രയേറെ സാമൂഹ്യ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നത്. തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് എംഎൽഎയുമായ സച്ചിൻ ദേവും ഉൾപ്പെട്ട ആ സംഭവത്തിന് ശേഷം KSRTC ഡ്രൈവറായിരുന്ന യദുവിന്റെ ജീവിതം ഇന്നൊരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. നിയമവും നീതിയും ഭരണകൂട താൽപര്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ നേർസാക്ഷ്യമാണ് യദുവിന്റെ ഇന്നത്തെ അവസ്ഥ. തിരുവനന്തപുരം പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപം രാത്രി 10 മണിയോടെയാണ് വിവാദമായ ആ സംഭവങ്ങൾ അരങ്ങേറുന്നത്. മേയറും കുടുംബവും സഞ്ചരിച്ചിരുന്ന സ്വകാര്യ കാറിന് KSRTC ബസ് തടസ്സമുണ്ടാക്കിയെന്നും ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചുവെന്നുമാണ് മേയർ ഉന്നയിച്ച ആരോപണം. എന്നാൽ നടുറോട്ടിൽ ബസ് തടഞ്ഞു നിർത്തി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് തന്നെയും യാത്രക്കാരെയും ബുദ്ധിമുട്ടിച്ചു എന്നതായിരുന്നു യദുവിന്റെ മറുവാദം. സാധാരണഗതിയിൽ ഒരു ട്രാഫിക് നിയമലംഘനം നടന്നാൽ അത് കൈകാര്യം ചെയ്യേണ്ട രീതിക്ക് പകരം അധികാരത്തിന്റെ ഹുങ്കിൽ ബസ്സിന് കുറുകെ കാർ നിർത്തി ഡ്രൈവറെ പരസ്യമായി ചോദ്യം ചെയ്ത രീതി പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായി. ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായത് മുതൽ പോലീസിന്റെ ഏകപക്ഷീയമായ നടപടികൾ വരെ ഈ സംഭവത്തെ കൂടുതൽ ദുരൂഹമാക്കി. യദു എന്ന തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ആ രാത്രിക്ക് ശേഷമുള്ള ഓരോ ദിവസവും കഠിനമായിരുന്നു. KSRTCയിലെ കരാർ അടിസ്ഥാനത്തിലുള്ള ജോലി ഉടൻ തന്നെ നഷ്ടമായി. ഒരു വശത്ത് കേസും നിയമ നടപടികളും നടക്കുമ്പോൾ മറുവശത്ത് ഉപജീവനത്തിനായി അദ്ദേഹം മറ്റു വഴികൾ തേടി. സ്വകാര്യ ബസ്സുകളിൽ ഡ്രൈവറായി ജോലിക്ക് കയറിയെങ്കിലും അവിടെയും അധികാരികളുടെ കണ്ണുകൾ തന്നെ പിന്തുടരുന്നതായി യദു ആരോപിക്കുന്നു. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നിരന്തരമായി വാഹനം പരിശോധിക്കുന്നതും തൊഴിലിന് തടസ്സം നിൽക്കുന്നതും യദുവിനെ മാനസികമായി തളർത്തി. ഒരു ഡ്രൈവർക്ക് തന്റെ ലൈസൻസും തൊഴിലുമാണ് ഏറ്റവും വലിയ സമ്പാദ്യം. എന്നാൽ കേസ് നിലനിൽക്കുന്നതിനാൽ KSRTCയിലേക്ക് തിരികെ പോകാൻ കഴിയാത്ത അവസ്ഥ അദ്ദേഹത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിട്ടത്. ഭരണകൂട സംവിധാനങ്ങൾ ഒരു വ്യക്തിയെ എങ്ങനെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ ഉദാഹരണമായി ഈ സംഭവം മാറി. ഇന്ന് യദു ഒരു ഓൺലൈൻ ഭക്ഷണ വിതരണക്കാരനാണ്. വിശക്കുന്നവർക്ക് ഭക്ഷണം എത്തിക്കുന്ന ഈ ജോലി മാന്യമായ ഒന്നാണെങ്കിലും ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഡ്രൈവറായിരുന്ന ആൾക്ക് അവിടം വരെ എത്തേണ്ടി വന്ന സാഹചര്യം നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. വിരോധാഭാസം എന്ന് പറയട്ടെ, അദ്ദേഹം ഭക്ഷണപ്പൊതികളുമായി പോകുന്നത് മേയറുടെ വീടിന് പരിസരത്തുള്ള ഭാഗത്താണ്. താൻ പണ്ട് തർക്കിച്ച ആ മുഖം ഇനി ഒരിക്കലും കാണരുതെന്നാണ് യദുവിന്റെ പ്രാർത്ഥന. ഇനി അഥവാ കണ്ടുമുട്ടിയാൽ വല്ല കള്ളക്കേസും കൂടി തലയിൽ വരുമോ എന്നാണ് പേടിയെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറും ഭയമല്ല, മറിച്ച് വ്യവസ്ഥിതിയോടുള്ള കടുത്ത അവിശ്വാസമാണ്. ഒരു സാധാരണക്കാരൻ തന്റെ ദൈനംദിന ജീവിതത്തിൽ ഇത്രയും ഭയപ്പെട്ട് കഴിയേണ്ടി വരുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിനും ഒട്ടും നല്ലതല്ല. തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയത്തും അതിനുശേഷവും യദു ഒരു രാഷ്ട്രീയ ആയുധമായി മാറി. സോഷ്യൽ മീഡിയയിൽ പലരും അദ്ദേഹത്തിന് വലിയ വാഗ്ദാനങ്ങൾ നൽകി. BJP അധികാരത്തിൽ വന്നാൽ യദുവിനെ മേയറുടെ ഡ്രൈവറാക്കുമെന്നൊക്കെയുള്ള ട്രോളുകളും പ്രചാരണങ്ങളും നടന്നു. എന്നാൽ അത്തരത്തിലുള്ള ഉറപ്പുകളൊന്നും പ്രായോഗികമായി അദ്ദേഹത്തിന്റെ അടുത്തെത്തിയില്ല. രാഷ്ട്രീയ പാർട്ടികൾ ഒരു വിഷയത്തെ തങ്ങളുടെ നേട്ടത്തിനായി ഉപയോഗിക്കുകയും പിന്നീട് ആ വ്യക്തിയെ വിസ്മരിക്കുകയും ചെയ്യുന്ന പതിവ് കാഴ്ച ഇവിടെയും ആവർത്തിച്ചു. യദുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയമല്ല, മറിച്ച് തന്റെയും കുടുംബത്തിന്റെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. യദുവിന്റെ കഥ ഒറ്റപ്പെട്ടതല്ല. അധികാരത്തിന്റെ ഇടനാഴികളിൽ സ്വാധീനമുള്ളവർക്ക് നിയമം പലപ്പോഴും വഴിമാറി കൊടുക്കുമ്പോൾ സാധാരണക്കാരൻ ചുവപ്പ് നാടകളിൽ കുടുങ്ങി ശ്വാസം മുട്ടുന്നു. ഈ സംഭവത്തിൽ മേയർക്കെതിരെ കേസെടുക്കാൻ പോലീസ് കാണിച്ച വിമുഖതയും യദുവിനെതിരെ കാട്ടിയ തിടുക്കവും വലിയ ചർച്ചയായിരുന്നു. കോടതി ഇടപെടലിലൂടെയാണ് യദുവിനെ പലപ്പോഴും അല്പമെങ്കിലും ആശ്വാസം ലഭിച്ചത്. ഭരണഘടനാപരമായ പദവികൾ വഹിക്കുന്നവർ തങ്ങളുടെ പെരുമാറ്റത്തിൽ പുലർത്തേണ്ട മാന്യതയെക്കുറിച്ചും ഒരു സർക്കാർ ജീവനക്കാരന്റെ അവകാശങ്ങളെക്കുറിച്ചും ഈ കേസ് വിരൽ ചൂണ്ടുന്നു. യദുവിനെ പോലെയുള്ളവർക്ക് നീതി ലഭിക്കാൻ വൈകുന്നത് സമൂഹത്തിൽ അനാശാസ്യമായ പ്രവണതകൾ വളരാൻ കാരണമാകും. യദു ഇന്നൊരു പ്രതീകമാണ്. ചോദ്യം ചെയ്യാനുള്ള ആർജവം കാട്ടിയതിന് ജീവിതം വഴിമുട്ടിപ്പോയ ഒരു യുവാവിന്റെ പ്രതീകം. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഭക്ഷണപ്പൊതികൾ വെറും അഹങ്കാരമല്ല, മറിച്ച് തന്റെ അന്തസ്സ് വീണ്ടെടുക്കാനുള്ള ഒരു പോരാളിയുടെ ആയുധമാണ്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കി തെറ്റുകാരെ ശിക്ഷിക്കുകയും നിരപരാധിയായ ഒരു തൊഴിലാളികൾക്ക് തന്റെ ജോലി ലഭിക്കുകയും ചെയ്യുമ്പോഴാണ് ജനാധിപത്യം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത്. യദുവിനെ പോലെയുള്ള സാധാരണക്കാർക്ക് ആ ചക്രങ്ങൾ തങ്ങളെ ചതച്ചരക്കില്ല എന്ന വിശ്വാസം ഉണ്ടാകേണ്ടതുണ്ട്. അധികാരത്തിന്റെ വേഗതയിൽ വഴിമാറി കൊടുക്കാൻ വിസമ്മതിച്ച ഒരു ഡ്രൈവർ ഇന്ന് തന്റെ സൈക്കിളിലോ ബൈക്കിലോ നഗരവീഥികളിലൂടെ പായുമ്പോൾ അത് നമ്മോട് പറയുന്നത് അതിജീവനത്തിന്റെ വലിയൊരു പാഠമാണ്.